ഹലോ ഇന്ന് നമ്മൾ മൈ മെലഡിയിലുള്ള ഒരു ബ്ലൈൻഡ് ബാഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എപ്പോൾ നോക്കിയാലും ട്രെൻഡിങ്ങിലുള്ള ഒരു സംഭവമാണ് ഈ ബ്ലൈൻഡ് ബാഗ് ഒക്കെ. കുറേ കാലമായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇന്നേ വരെ നടന്നിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോകും. അകത്ത് 1-2 സാധനമല്ല, 3 സാധനങ്ങളാണ് മൊത്തം ഉള്ളത്. ജനറലി പറയുവാണെങ്കിൽ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. 1 പേപ്പർ, 2 സെല്ലോ. പിന്നെ വേണമെങ്കിൽ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് സ്കെച്ചോ ക്രയോൺസോ നമുക്ക് യൂസ് ചെയ്യാം. സ്ക്വിഷി പോലെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ഞിയും കൂടെ ആവശ്യമുണ്ട്. നമ്മളിവിടെ സ്ക്വിഷിയും കൂടെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ചെയ്തെടുക്കുന്നത് ഇതിന്റെ കവറാണ്. ഇത് കൊട്ടിച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫെവിക്കോളിന്റെ തന്നെ ആവശ്യമില്ല, സെല്ലോ ടേപ്പ് മതി. എനിക്ക് ജന്മനാ കിട്ടാണ്ട് പോയ ഒരു കഴിവാണ് ഈ വരയ്ക്കാനുള്ള കഴിവ്. ഞാനിവിടെ പേപ്പർ കോപ്പി യൂസ് ചെയ്തിട്ടാണ് ഈ മൈ മെലഡി വരച്ചെടുത്തിട്ടുള്ളത്. ഇതൊക്കെ എനിക്ക് മടി പിടിച്ചിരിക്കുവാണെങ്കിൽ പേപ്പർ കോപ്പി യൂസ് ചെയ്ത് എന്നെ ഇത് വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം മൂടില്ലാത്ത സമയത്ത് വരച്ചെന്തിനാണ് അതിനെല്ലാം. സത്യത്തിൽ ഈ കളറിങ് പരിപാടിയൊക്കെ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ ആദ്യം അത് ചെറുതായിട്ടൊന്ന് മറന്നു കൊണ്ട് മാത്രമാണ് എനിക്ക് അകത്ത് ആ പ്ലാസ്റ്റിക് പേപ്പറൊക്കെ വെച്ചിട്ട് ഇത് വരയ്ക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഈ കളറിന്റെ അച്ചപ്പുറത്ത് വരെ എത്തും. അങ്ങനെ എത്തിയാലും നമ്മളെ പരിപാടി മൊത്തം കുളമാവും. എന്നെ പോലെ മറക്കുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്ലൈൻഡ് ബാഗിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ്. അതായത് നമ്മുടെ ബ്ലൈൻഡ് ബാഗ് റെയർ ആണോ കോമൺ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഈ മൈ മെലഡി തീമിൽ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡേസി ഫ്ലവേഴ്സ്. ആ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ എടുത്തിട്ടാണ് ഞാനിവിടെ ഫ്ലവേഴ്സിന്റെ രീതിയിൽ ഇതൊക്കെ വരച്ചു കൊടുക്കുന്നത്. ഈ ബ്ലൈൻഡ് ബാഗ് ഒക്കെ ചെയ്യാൻ ഏറ്റവും നല്ല സമയം നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ്. കാരണം നല്ല കാമായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ചെയ്താൽ നല്ല രസമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന യാതൊരുവിധ കാര്യവും ഇല്ലാതിരിക്കുമ്പോൾ നമുക്കൊരു കാര്യത്തിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഈ മൈ മെലഡിയുടെ കളർ ഒന്ന് ശ്രദ്ധിച്ചത്. ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഞാനൊരു റോസ് കളറിലുള്ള കളറാണ് അടിച്ചു കൊടുത്തത്. അത് നേരിട്ട് കാണുമ്പോൾ റോസ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ നമുക്കത് ഓറഞ്ച് ആയിട്ട് തോന്നുന്നു. ആക്ച്വലി അതൊരു ലൈറ്റ് പിങ്ക് കളറാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ കളർ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. അതായത് അടിച്ചേക്കുന്നത് ഓറഞ്ച് അല്ല, പിങ്ക് ആണ്. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ബ്ലൈൻഡ് ബാഗ് അല്ല, ബ്ലൈൻഡ് ബാഗിൻ്റെ കവർ. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ബ്ലൈൻഡ് ബാഗ് തുറക്കുന്ന സമയത്ത് തന്നെ ആദ്യം എടുക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ബ്ലൈൻഡ് ബാഗിന്റെ വാല്യൂ എന്താണെന്നുള്ള കാര്യം പ്രിഡിക്റ്റ് ചെയ്യുന്ന സംഭവം. ആദ്യം ഞാനിതൊരു ഡേസി ഫ്ലവറിലാണ് ഇതൊന്ന് ഒപ്പിച്ചെടുത്തത്. പക്ഷെ എനിക്കത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ സാധാരണ രീതിയിലുള്ള വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഈ ഒരു സംഭവം തന്നെ ഞാൻ പിടിച്ചു. സത്യത്തിൽ ഇതിലും കളർ അടിച്ച് വന്നപ്പോൾ എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആയത് ഞാൻ സെല്ലോ ടേപ്പ് പുറത്തൊട്ടിച്ച സമയത്താണ്. അത് ഒട്ടിച്ചപ്പോഴത്തേനും ഇതിനൊരു വേറെ ലുക്ക് തന്നെ വന്നു. ഇതുവരെ കുഴപ്പമില്ല. ഈ മഞ്ഞ അടിക്കാൻ തുടങ്ങിയപ്പോൾ എന്തോ ഒരു പ്രശ്നം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലൈൻഡ് ബാഗിന്റെ വാല്യൂ ആക്ച്വലി റെയർ ആണ്. ഈ കാണുന്ന പോലെ പുറത്ത് സെല്ലോ ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടിച്ചു കൊടുത്തപ്പോഴാണ് ആക്ച്വലി ഇതിന് നല്ലൊരു ലുക്ക് വന്നത്. ഇതാണ് നമ്മുടെ അടുത്ത സാധനം. അതായത് എൻ്റെ കയ്യിൽ യൂസ് ചെയ്യാത്തൊരു പെൻസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെൻസിലും കൂടെ അകത്ത് വെച്ച് ഒന്ന് സെറ്റ് ചെയ്താലോ എന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ അളവിന് ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്ത് ആ പേപ്പറിൽ ജസ്റ്റ് ഒരു കുറേ ഡേസി ഫ്ലവേഴ്സ് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. മൈ മെലഡി തന്നെ ഇതിനകത്ത് വരച്ചു കൊടുത്താൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷെ അത്രയും ടൈം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ സെല്ലോ ടേപ്പ് പുറത്തൊട്ടിച്ച് ഇതിനെ ഇതുപോ കാണുന്ന പോലെ സ്ക്രോൾ ചെയ്ത് ആ സെല്ലോ ടേപ്പിൻ്റെ കൂടെ ഈ പെൻസിൽ ഒട്ടിച്ചെടുക്കുക. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ ഈ പെൻസിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പെൻസിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കി ഈ പെൻസിലിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ല ഈസിയാണ്. അതായത് നമ്മുടെ ആ പെൻസിൽ വെക്കാൻ പറ്റുന്ന പരുവത്തിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക, പുറത്ത് മൊത്തം സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക, ആൻഡ് ദെൻ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് അതിനെ അകത്ത് വെച്ചിട്ട് ഇതിനെ മടക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ. ഞാൻ ഈ പറയുന്നത് അത്രയ്ക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഈ വീഡിയോ കണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ പെൻസിലോ പേനയോ നിങ്ങൾക്ക് ഈ ബ്ലൈൻഡ് ബാഗിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ആ കവറിനകത്ത് കൊള്ളുന്ന രീതിയിലുള്ള പെൻസിലോ പേനയോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് അത്രയും വലുതായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പെൻസിൽ പൗച്ചിനകത്തേക്ക് നമ്മുടെ പെൻസിലും കൂടെ അകത്ത് ഇട്ട് കൊടുത്ത് സെല്ലോ ടേപ്പ് കൊണ്ട് ഇതൊന്ന് കവറും കൂടെ ചെയ്താൽ നമ്മുടെ ബ്ലൈൻഡ് ബാഗിലെ ആദ്യത്തെ ഐറ്റം റെഡിയായി. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ക്വിഷിയാണ് കേട്ടോ. അപ്പോൾ സ്ക്വിഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മൈ മെലഡിയുടെ ഒരു ഇമേജ് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും ഞാൻ ട്രേസ് ചെയ്തത് യൂസിങ് പേപ്പർ കോപ്പി. ഓക്കെ, ഇതിലൊരു സ്ട്രോബെറിയുടെ ചുവയും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇമേജ് കാണാൻ നല്ല രസമായിരുന്നു. ഈ ഇമേജ് കട്ട് ചെയ്യുന്നതിൻ്റെയോടൊപ്പം ഞാൻ ഇതിൻ്റെ പിറകിൽ വേറൊരു പേപ്പറും കൂടെ വെച്ചിട്ട് ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോഴേ നമുക്ക് സ്ക്വിഷി കറക്റ്റ്ലി കിട്ടത്തുള്ളൂ. ഇനി ഇതിനെ സെല്ലോ ടേപ്പ് കൊണ്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. സെല്ലോ ടേപ്പ് കൊണ്ട് കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ചെറിയൊരു ഹോള് വിട്ടേക്കാൻ ശ്രദ്ധിക്കണം. കാരണം അതിനകത്തൂടെയാണല്ലോ നമുക്ക് ഈ പഞ്ഞി അകത്തേക്ക് കയറ്റേണ്ടത്.
ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു സ്ക്വയർ രൂപത്തിൽ ഇതിനെ കട്ട് ചെയ്തെടുത്താലും നമുക്ക് ഈ സ്ക്വിഷി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഒന്ന് കാണാൻ രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ക്വിഷി വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കവറും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് നേരത്തെ കാണിച്ച പോലെ സെല്ലോ ടേപ്പ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. എന്തായാലും നമ്മുടെ സ്ക്വിഷി ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗിലെ രണ്ടാമത്തെ ഐറ്റം ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈ മെലഡിയുടെ തീമിലുള്ള ഒരു നോട്ട്ബുക്കാണ്. നോട്ട്ബുക്കോ ടു ഡു ലിസ്റ്റോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മുടെ ഈ ബ്ലൈൻഡ് ബാഗ് ഓപ്പൺ ചെയ്യുന്നതും നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കാണാൻ നിങ്ങൾ ആരും മറക്കരുത്. ഇവിടെ ഞാൻ ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ സ്ട്രോബെറി മൈ മെലഡിയാണ്. ഞാൻ വേറെ ഇമേജ് കുറേ പിൻട്രസ്റ്റിൽ പോയി തപ്പിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒന്നും കിട്ടിയില്ല. ഈ ഒരു ഇമേജിൽ നമുക്കൊരു സ്ട്രോബെറിയും കൂടെ വരുന്നതുകൊണ്ട് എനിക്ക് ഇതങ്ങ് കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ സെയിം ഇമേജ് തന്നെയാണ് ഞാൻ ഈ നോട്ട്ബുക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നോട്ട്ബുക്കും ടു ഡു ലിസ്റ്റും ഒക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർ ഭയങ്കര റയർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാത്തത്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ കവർ പേജാണ്. ആ കവർ പേജ് മാത്രം നമ്മൾ സെല്ലോ ടേപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പേപ്പേഴ്സിൻ്റെ കൂടെ ഇതിനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗിലെ മൂന്നാമത്തെ ഐറ്റവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്ലൈൻഡ് ബാഗിൽ വെക്കുമ്പോൾ ഇത് അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനും ഒരു കവറും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ നോട്ട്ബുക്ക് നല്ല രസമുണ്ടായിരുന്നു ഫൈനൽ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് കണക്കായ രീതിയിലുള്ള ഒരു പേപ്പർ കവറാണ് ഇപ്പോൾ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത 3 ഐറ്റത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ള കാര്യം എന്തായാലും കമൻറ്റിൽ അറിയിക്കാം. ഈ പോയിൻ്റൊക്കെ എത്തിയ സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഈ ഒരു സംഭവം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൈൻഡ് ബാഗിനകത്തേക്ക് ഈ കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ബ്ലൈൻഡ് ബാഗിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം ഈ ബ്ലൈൻഡ് ബാഗിനകത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ കവറ്. ഇതിനകത്തേക്ക് ഓരോന്നായിട്ട് നമ്മൾ എടുത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ഫൈനൽ സ്റ്റെപ്പ് എത്തുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആവും. കാരണം ഇത് വെക്കേണ്ട എക്സൈറ്റ്മെൻ്റ് ആണോ അതോ ഇത് ഓപ്പൺ ചെയ്യേണ്ട എക്സൈറ്റ്മെൻ്റ് ആണോ എന്ന് നമുക്ക് അറിയേണ്ടാവില്ല. പക്ഷെ എന്തായാലും നല്ല രസമായിരുന്നു ഇതൊക്കെ ഫൈനലി എടുത്ത് അകത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മൾ ഇതിൻ്റെ ASMR വേർഷൻ ഓഫ് അൺബോക്സിങ് ദിസ് ബ്ലൈൻഡ് ബാഗും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും കണ്ടുനോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയുക. അങ്ങനെ എല്ലാ സാധനവും വെച്ച് നമ്മുടെ ബ്ലൈൻഡ് ബാഗ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ഗൈസ്, സീ യു. എന്നിട്ടില്ല നമ്മുടെ ASMR വീഡിയോ പുറകെ വരുന്നുണ്ട്. Wait for that.